നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വിലക്ക് മറികടന്ന് സ്വകാര്യ വ്യക്തികൾ കാർഷിക വിപണന കേന്ദ്രത്തിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി. ഒറ്റപ്പാലം നഗരസഭയിലെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനുള്ള കേന്ദ്രത്തിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വിലക്കിയിരുന്നതാണ് എന്നും വിലക്കിനെ മറികടന്നുകൊണ്ടാണ് സ്വകാര്യ വ്യക്തികൾ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പറഞ്ഞു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ആവശ്യപ്രകാരം നമ്മളവിടെ അവർക്കൊരു വിപണന കേന്ദ്രം ഉണ്ടാക്കി കൊടുത്തു. ഒരു ഷെഡാണ് അവിടെ നിർമ്മിച്ചതും അവർക്ക് കൊടുത്തിട്ടില്ല. കൃഷിഭവന് നമ്മൾ കൊടുത്തു. കൃഷിഭവൻ അത് കർഷകർക്ക് വേണ്ടി പച്ചക്കറി ചന്തയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ കൈമാറിയിട്ടുള്ളത്. അവിടെ കുറച്ച് ദിവസങ്ങൾ ഒരു ചന്തയിൽ കച്ചവടം നടത്തി, ഓണത്തിന് നടത്തി. അത് കഴിഞ്ഞ പ്രാവശ്യവും പച്ചക്കറി ആളുകളുടെ കയ്യിൽ പച്ചക്കറി ഉള്ളപ്പോൾ അരീക്കപ്പാടം റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ അവിടെ പച്ചക്കറി വിപണനം നടത്തുകയുണ്ടായി. ഇനിയും കർഷകർക്ക് ആവശ്യമുള്ളപ്പോൾ നടത്താം. അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആളുകൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു. നമ്മൾ പോലീസിനോട് പറഞ്ഞ് പോലീസിനെ കൊണ്ട് ആ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കുകയും അവിടെ കമ്പി കയറും കെട്ടി ആ ഭാഗം കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു. കയറ് പൊട്ടിച്ച് വീണ്ടും അവിടെ വാഹനങ്ങൾ നിർത്തുകയാണ്. നമ്മൾ വീണ്ടും കർഷകർ അവിടെ പച്ചക്കറി വിൽക്കുന്ന സമയത്ത് അവരുടെ ഉൽപ്പന്നമാണ് അവർ വിൽക്കുന്നത്. ആ സമയത്ത് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു പച്ചക്കറി വിൽപ്പന നടത്തും. നിലവിൽ കാർഷിക ചന്ത നടത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് കർഷകർക്ക് ഇവിടെ കച്ചവടം നടത്താനുള്ള ബുദ്ധിമുട്ട് എന്ന് കർഷകർ വ്യക്തമാക്കിയിരുന്നു. ഈ ഭാഗത്തായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വിശ്രമ കേന്ദ്രം, കഫറ്റീരിയ എന്നിവ ഒരുക്കാനുള്ള പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളതായും അത് പ്രാവർത്തികമാക്കുന്നതോടെ കർഷകരുടെ ഈ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാർഷിക സാമഗ്രികൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെഡിൻ്റെ ആ പരിസരത്ത് തന്നെ ഒരു കഫ്തേരിയ വിശ്രമ കേന്ദ്രം, അതായത് പാഥേയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ തുകയും മാറ്റിവെച്ചിട്ടുണ്ട്. മുഴുവൻ തുകയല്ല, അത് ബഹുവർഷ പ്രൊജക്റ്റാണ്. എന്തായാലും അവിടെ ട്രെയിൻ ഇറങ്ങി വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ 4 നിലയിലുള്ള ഒരു വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട്.